ഇന്ത്യക്ക് ഉപദേശം തരാൻ ബെസ്റ്റ് ആളെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അമേരിക്കൻ കോൺഗ്രസ് അംഗം റൈലി മൂറിന് പെട്ടെന്നൊരു പ്രബുദ്ധത ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അഥവാ FCRA ഭേദഗതി ബിൽ 2026 കണ്ടപ്പോൾ പുള്ളിക്കാരന് ഉറക്കം വരുന്നില്ലത്രേ. നിർദ്ദിഷ്ട ഭേദഗതികൾ ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന നേരിട്ടുള്ള ആക്രമണമാണെന്നും ഇത് തുടർന്നാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം തന്നെ തകരും എന്നൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഭീഷണി. കഷ്ടം എന്നല്ലാതെ എന്താ പറയേണ്ടത്? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ സ്വന്തം അതിർത്തിക്കുള്ളിലേക്ക് വരുന്ന വിദേശ പണത്തിൽ സുതാര്യത വരുത്താൻ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അത് പരിശോധിക്കാൻ അമേരിക്കയിലെ ഏതോ ഒരു ജനപ്രതിനിധി ആരാണ്? സ്വന്തം രാജ്യത്ത് ദിവസേന നടക്കുന്ന തോക്കെടുക്കൽ സംസ്കാരവും വംശീയ അധിക്ഷേപങ്ങളും മാറ്റിയെടുക്കാൻ പോലും കഴിവില്ലാത്തവരാണ് വന്ന് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ മൂക്ക് തുളയ്ക്കുന്നത്. സെന്റ് തോമസ് അപ്പസ്തോലിന്റെ മലബാർ തീരത്തെ ആഗമന ചരിത്രമൊക്കെ ഓർമ്മിപ്പിച്ച് പച്ചയായ മതവികാരം ഇളക്കിവിട്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ നോക്കുന്ന ഈ വിദേശ ഏമാന്മാരുടെ യഥാർത്ഥ അജണ്ട എന്താണ്? സഭകളുടെയും ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളുടെയും നിയന്ത്രണം കേന്ദ്ര സർക്കാർ പിടിച്ചെടുക്കാൻ പോകുന്നെന്ന വ്യാജ പ്രചരണം അഴിച്ചുവിട്ട് ഇന്ത്യയെ അന്താരാഷ്ട്ര തലത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന വിദേശ ഏജന്റുകൾക്കും അമേരിക്കൻ സാമ്രാജ്യത്വ ബുദ്ധിജീവികൾക്കും നൽകാനുള്ള കൃത്യമായ മറുപടിയും FCRA നിയമ ഭേദഗതിക്ക് പിന്നിലെ യഥാർത്ഥ വസ്തുതകളും നമ്മൾ ഉറക്കെ പറയേണ്ടതുണ്ട്. അമേരിക്കയുടെ ഈ ഇരട്ടത്താപ്പിന് പിന്നിൽ എന്താണ് കാരണം? ആദ്യം തന്നെ നമുക്ക് ഒരു കാര്യം വ്യക്തമാക്കാം. ഒരു പരമാധികാര റിപ്പബ്ലിക്കായി ഇന്ത്യയിലെ പാർലമെന്റിൽ എന്ത് നിയമം വരണം, എങ്ങനെ ഭേദഗതി ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇന്ത്യൻ ജനത തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ്. അല്ലാതെ വാഷിംഗ്ടണിലെ കോൺഗ്രസ് ഓഫീസിലിരിക്കുന്ന റൈലി മൂറോ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരല്ല. സ്വന്തം അതിർത്തികളിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും സാമ്പത്തിക ക്രമക്കേടുകളും നിയന്ത്രിക്കാൻ ലോകത്തെ ഏതൊരു പരമാധികാര രാജ്യത്തിനും അവകാശമുണ്ട്. ഇവിടെയാണ് അമേരിക്കയുടെ ഇരട്ടത്താപ്പ് പുറത്തു വരുന്നത്. അമേരിക്കയിൽ വിദേശ ഏജന്റുമാരെയും വിദേശ ഫണ്ടിനെയും നിയന്ത്രിക്കാൻ FARA അഥവാ ഫോറിൻ ഏജന്റ്സ് രജിസ്ട്രേഷൻ ആക്ട് എന്ന കർശന നിയമമുണ്ട്. അവിടെ വിദേശത്തു നിന്നും പണം വരുന്ന വഴി കൃത്യമായ അമേരിക്ക അന്വേഷിക്കും. ഏജൻസികളെ നിരന്തരം നിരീക്ഷിക്കും, ഒരിളവും കൊടുക്കില്ല. എന്നാൽ ഇന്ത്യ സ്വന്തം രാജ്യത്തേക്ക് വരുന്ന കോടാനുകോടി വിദേശ പണത്തിന്റെ സ്രോതസ് ചോദിച്ച സാമ്പത്തിക സുതാര്യത വേണമെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് മതപരമായ ആക്രമണമാകുന്നത് എങ്ങനെയാണ്? ഇതൊന്നുമല്ല. വിദേശത്തു നിന്നും അനായാസം ഒഴുകിയെത്തിയിരുന്ന കോടിക്കണക്കിന് രൂപയുടെ കണക്കുകൾ ഇന്ത്യ ചോദിച്ചു തുടങ്ങിയപ്പോൾ പൊള്ളുന്ന ചില വൻകിട ലോബികളുടെയും NGOകളുടെയും സ്പോൺസേഡ് ശബ്ദമായി അമേരിക്കൻ ജനപ്രതിനിധികൾ മാറുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ FCRA ഭേദഗതി ബിൽ 2026? അത് നമുക്ക് ആദ്യം വ്യക്തമാക്കാം. സർക്കാർ ഇതര സന്നദ്ധ സംഘടനകൾ അഥവാ NGO, ചാരിറ്റബിൾ ട്രസ്റ്റുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മതപരമായ ബോഡികൾ എന്നിവ വിദേശത്തു നിന്നും സംഭാവനകൾ സ്വീകരിക്കുന്നതും വിനിയോഗിക്കുന്നതും നിയന്ത്രിക്കുന്ന 2010 FCRA നിയമത്തിൽ മാറ്റങ്ങൾ വരുത്താനാണ് കേന്ദ്ര സർക്കാർ പുതിയ ഭേദഗതി ബിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനെയാണ് ചിലർ വലിയ വിപ്ലവമായി ചിത്രീകരിച്ച ആളുകളെ ഭയപ്പെടുത്താൻ നോക്കുന്നത്. ഈ പുതിയ നിയമ ഭേദഗതിയിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കൃത്യമായി പരിശോധിക്കാം. ഒന്നാമത്, ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയുടെ രൂപീകരണം. ബില്ലിലെ ഏറ്റവും നിർണായകവും ചർച്ച ചെയ്യപ്പെടുന്നതുമായ ഒന്നാണിത്. ഒരു സ്ഥാപനത്തിന്റെ FCRA രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെടുകയോ ഉപേക്ഷിക്കുകയോ പുതുക്കി ലഭിക്കാതിരിക്കുകയോ ചെയ്താൽ ആ സ്ഥാപനം വിദേശ ഫണ്ട് ഉപയോഗിച്ചുണ്ടാക്കിയ സ്വത്തുക്കളും ബാക്കി വന്ന ഫണ്ടും സംരക്ഷിക്കാനും കൈകാര്യം ചെയ്യാനും കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തുന്ന ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് വിപുലമായ വികാരം ലഭിക്കും. അതായത് വിദേശ ഫണ്ട് ദുരുപയോഗം ചെയ്ത് സമ്പാദിച്ച തുക രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ അനാവശ്യ കാര്യങ്ങൾക്കോ വഴിമാറി പോകുന്നില്ലെന്ന് ഉറപ്പാക്കുക മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം. കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുക. അടുത്തത്, സജീവമല്ലാത്ത സംഘടനകൾക്ക് മൂക്കുകയർ. മുൻപത്തെ 2 സാമ്പത്തിക വർഷങ്ങളിൽ 10 ലക്ഷം രൂപയിൽ കുറവ് വിദേശ ഫണ്ട് സ്വീകരിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്ത സ്ഥാപനങ്ങൾക്ക് ഇനി മുതൽ എളുപ്പത്തിൽ FCRA രജിസ്ട്രേഷൻ പുതുക്കി നൽകിയേക്കില്ല. പേരിന് മാത്രം രജിസ്ട്രേഷൻ വെച്ച് ഫണ്ട് തട്ടിപ്പ് നടത്തുന്ന വ്യാജ സ്ഥാപനങ്ങളെ പൂട്ടിക്കെട്ടാനാണ് ഈ നീക്കം. ഇനി ട്രാൻസ്പെറൻസി ആൻഡ് ഡിസ്ക്ലോഷർ മാനദണ്ഡങ്ങൾ. വിദേശ സംഭാവനകൾക്ക് മറ്റ് സംഘടനകൾക്ക് എളുപ്പത്തിൽ കൈമാറുന്നതിനുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയന്ത്രണങ്ങൾ, ഫണ്ട് വിനിയോഗത്തിലുള്ള കൃത്യമായ കാലപരിധി, സന്നദ്ധ സംഘടനകളുടെ വെബ്സൈറ്റുകൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, അവർ നടത്തുന്ന പ്രൊജക്റ്റുകൾ എന്നിവയുടെ വിവരങ്ങൾ സർക്കാരിന് മുന്നിൽ കൃത്യമായി വെളിപ്പെടുത്താനുള്ള മാനദണ്ഡങ്ങൾ എന്നിവയും ഈ ഒരു ബില്ലിലുണ്ട്. ഇതിൽ എവിടെയാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരെയുള്ള ആക്രമണം? രാജ്യസുരക്ഷ ഉറപ്പാക്കാനാണെന്ന് ഏതൊരു ബുദ്ധിയുള്ളവനും മനസ്സിലാക്കാം. കള്ളപ്പണം വെളുപ്പിക്കലും ചാരിറ്റിയുടെ മറവിൽ നടക്കുന്ന രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഫണ്ടിങ്ങും തടയാൻ ഒരു ഭരണകൂടം മുൻകരുതൽ എടുക്കുമ്പോൾ അതിൽ നിർബന്ധപൂർവ്വം മതം കൂട്ടിക്കലർത്തുന്ന ദുരൂഹമാണ്. അങ്ങനെയാണെങ്കിലല്ലേ തമ്മിൽ തല്ലിക്കാൻ പറ്റുള്ളൂ. എന്തായാലും കണക്കുകൾ സംസാരിക്കട്ടെ.
കോടികളുടെ വിദേശ ഫണ്ടും ചോദ്യങ്ങളും ഇനി നമുക്ക് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകളിലേക്ക് വരാം. കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളിൽ ഗൗരവം തീർച്ചയായും വ്യക്തമാകും. 2026 ജൂലൈ 15 കണക്കനുസരിച്ച് ഇന്ത്യയിൽ നിലവിൽ 14,449 സജീവ FCRI രജിസ്ട്രേഷനുകളാണുള്ളത്. അതേസമയം സാമ്പത്തിക തിരിമറികളും നിയമലംഘനങ്ങളും കാരണം 22,498 രജിസ്ട്രേഷനുകൾ ഇതിനോടകം റദ്ദാക്കപ്പെടുകയും 15,212 എണ്ണത്തിന്റെ കാലയളവ് കഴിയുകയും ചെയ്തിട്ടുണ്ട്. 55,741 കോടി രൂപ 2019-നും 2022-നും ഇടയിൽ മാത്രം ഇന്ത്യയിലെ ഈ സന്നദ്ധ സംഘടനകൾ കൈപ്പറ്റിയ വിദേശ ഫണ്ടിന്റെ തുകയാണിത്. ഈ വർഷം മാർച്ച് 25 വരെയുള്ള കണക്കനുസരിച്ച് മാത്രം 22,000 കോടി രൂപയോളം രാജ്യത്തേക്ക് വിദേശ ഫണ്ടായി ഒഴുകിയെത്തി. ഏകദേശം 16,000-ഓളം സന്നദ്ധ സംഘടനകൾക്കാണ് ഈ തുക വന്നത്. എന്നാൽ ജൂൺ ആയപ്പോഴേക്കും സാമ്പത്തിക കണക്കുകൾ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് സജീവ സംഘടനകളുടെ എണ്ണം 14,000-ൽ താഴെയായി കുറഞ്ഞു. ഇത്രയും ഭീമമായ തുക രാജ്യത്തേക്ക് ഒഴുകിയെത്തുമ്പോൾ ആ പണം യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ നിർധനരായ പാവപ്പെട്ടവരുടെ ക്ഷേമത്തിന് തന്നെയാണോ, അതോ രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന പ്രക്ഷോഭങ്ങൾക്കോ സാമ്പത്തിക ക്രമക്കേടുകൾക്കോ ആണോ ഉപയോഗിക്കുന്നത് എന്ന് നോക്കുവാനായി ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിന് ബാധ്യതയില്ലേ? നിങ്ങൾ തന്നെ പറയൂ. ഒരു NGO വിദേശ ഫണ്ട് വാങ്ങുമ്പോൾ എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത് എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. എല്ലാ വർഷവും ഡിസംബർ 31-ന് മുമ്പ് വാർഷിക റിട്ടേൺസ് നൽകണം. ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റും ഓഡിറ്റ് ചെയ്ത ബാലൻസ് ഷീറ്റും സമർപ്പിക്കണം. വരവ് ചിലവ് കണക്കുകളുടെ അക്കൗണ്ടും ഭാരവാഹികളുടെ വിവരങ്ങളും സത്യവാങ്മൂലവും നൽകിയിരിക്കണം. പിന്നെ NGOയുടെ പ്രവർത്തന റിപ്പോർട്ട്, ഭൂമി, കെട്ടിട വിവരങ്ങൾ എന്നിവ കൃത്യമായി വെളിപ്പെടുത്തണം. സോഷ്യൽ മീഡിയ അക്കൗണ്ട് വിവരങ്ങളും പ്രസിദ്ധീകരണ വിവരങ്ങളും നൽകണം. ഇത്രയും വിവരങ്ങൾ കൃത്യമായി നൽകാനും സുതാര്യമായി കണക്ക് കാണിക്കാനും മടിയുള്ളവർക്ക് മാത്രമേ പുതിയ ഭേദഗതികളെ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്ന, നാടിനും ജനങ്ങൾക്കും സേവനം ചെയ്യുന്ന ഒരു ചാരിറ്റബിൾ പ്രസ്ഥാനവും ഈ നിയമം കണ്ട് ഭയക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ചാരിറ്റിയുടെ മറവിൽ വിദേശ ഏജൻസികളുടെ അജണ്ട നടപ്പാക്കുന്നവർക്ക് മാത്രമേ ഇത് വൻ തിരിച്ചടിയാകുള്ളൂ. പിന്നെ വിദേശ സാമ്പത്തിക സഹായത്തോടെ സ്കൂളുകളും ആശുപത്രികളും ചാരിറ്റി കേന്ദ്രങ്ങളും നടത്തുന്ന കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ ഭേദഗതി വലിയ ആഘാതമുണ്ടാക്കുമെന്നാണ് പ്രതിപക്ഷവും ചില സംഘടനകളൊക്കെ ആരോപിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? സത്യസന്ധമായി ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനത്തിന്റെയും വാതിൽ സർക്കാർ പൂട്ടാൻ പോകുന്നില്ല. 2020-ൽ FCRI നിയമം കൂടുതൽ കർശനമാക്കിയപ്പോഴും ഇതേ കോലാഹലങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. അന്ന് വ്യാജമായി പ്രവർത്തിച്ചിരുന്ന 30,000-ഓളം NGOകളുടെ എണ്ണം കുറഞ്ഞത് ആ കാര്യങ്ങൾ കൂടുതൽ സുതാര്യമാവാൻ വഴിയിട്ടു. കൃത്യമായി ഓഡിറ്റിംഗ് നടത്തുന്ന, രാജ്യത്തെ നിയമങ്ങൾ പാലിക്കുന്ന ഏതൊരു സ്ഥാപനത്തിനും എത്ര കോടി വേണമെങ്കിലും വിദേശ സഹായം സ്വീകരിക്കാം. എന്നാൽ കണക്ക് ചോദിക്കുമ്പോൾ വിരളി പിടിക്കുന്നതിലാണ് അപകടം ഒളിഞ്ഞിരിക്കുന്നത്. റൈലി മൂറിനോടും വിമർശകരോടും പറയാനുള്ളത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. സെന്റ് തോമസ് ഇന്ത്യയിൽ വന്ന ദീർഘമായ ചരിത്രമൊക്കെ ഓർമ്മിപ്പിച്ച് ഞങ്ങളെ മതസൗഹാർദ്ദം പഠിപ്പിക്കാൻ അമേരിക്കൻ ജനപ്രതിനിധി റൈലി മൂർ ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യമില്ല. ഇന്ത്യയുടെ വൈവിധ്യവും ക്രൈസ്തവ പാരമ്പര്യവും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും സംരക്ഷിക്കാൻ ഇവിടെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു ജനതയും ശക്തമായി ഇന്ത്യൻ ഭരണഘടനയും ഉണ്ട്. അതിന് വാഷിംഗ്ടണിൽ നിന്നുള്ള ഔദാര്യ സർട്ടിഫിക്കറ്റ് ഒന്നും ഇന്ത്യക്ക് ആവശ്യമില്ല. നാടിന്റെ വികസനത്തിനും പാവപ്പെട്ടവരുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളെ കേന്ദ്ര സർക്കാർ തടയുന്നുമില്ല. എന്നാൽ സാമ്പത്തിക സുതാര്യത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിനെ മതപരമായ ആക്രമണമായി ചിത്രീകരിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കും ഉപയോഗിക്കുന്നത് വളരെ നിലവാരം കുറഞ്ഞ പരിപാടിയാണ്. അത് ഇന്ത്യയോടുള്ള വെല്ലുവിളിയുമാണ്. ഇന്ത്യൻ പാർലമെന്റും ഇന്ത്യൻ നിയമവ്യവസ്ഥയും പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ ജനതയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ആ ബോധം ഇന്ത്യക്കാർക്കുണ്ട്. വിദേശ രാജ്യങ്ങളുടെ അനാവശ്യ പ്രസ്താവനകൾക്കും ഭീഷണികൾക്കും വഴങ്ങി സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയും പരമാധികാരവും അടിയറവ് വെക്കാൻ ഇന്നത്തെ ഇന്ത്യ തയ്യാറല്ല. അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങൾ സ്വന്തം രാജ്യത്തെ ക്രമസമാധാനവും വംശീയ പ്രശ്നങ്ങളും ആദ്യം നോക്കട്ടെ. ഇന്ത്യയിലെ നിയമങ്ങൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ ഇവിടെ 140 കോടി ജനങ്ങളും അവരുടെ സർക്കാരുമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.